ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി സാലഡ് ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സൂപ്പർ ഹെൽത്തി ഹൈ പ്രോട്ടീൻ സാലഡാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ ഹെൽത്തി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. സാലഡിലേക്ക് ഞാൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. വെജിറ്റബിളായിട്ട് ഞാൻ ലെറ്റ്യൂസും ക്യാരറ്റുമാണ് എടുത്തത്. അതെല്ലാം നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രൂട്ട്സ് ആയിട്ട് കിവിയും ഡ്രാഗൺ ഫ്രൂട്ടുമാണ് എടുത്തത്. അതും കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ചിക്കൻ, ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഒരു ഓയിലൊന്ന് സ്പ്രേ ചെയ്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് 15 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ടായിരുന്നു. 15 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കൂടുതൽ ഡ്രൈ ആയി പോകും. ഈ ഒരു 15 മിനിറ്റ് എൻ്റെ ഈ എയർ ഫ്രയറിന് ഓക്കെയാണ്. ഓരോ എയർ ഫ്രയറിനും ഓരോ ടൈമിംഗ് ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ ഇല്ലെങ്കിൽ വിഷമിക്കുകയൊന്നും വേണ്ട. ഒരു പാനിലേക്ക് ഒരു അല്പം ഓയിലോ ബട്ടറോ ചേർത്തതിന് ശേഷം ഈ ചിക്കൻ ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സിങ് റെഡിയാക്കാം. ഡ്രസ്സിങ്ങിലേക്ക് വേണ്ടത് ഇത് യോഗേർട്ടാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ യോഗേർട്ട് ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇനി അറിയില്ലെങ്കിൽ യോഗേർട്ട്, ഗ്രീക്ക് യോഗേർട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. യോഗേർട്ട് കുറച്ച് ഇഷ്ടമുള്ളത്രയും യോഗേർട്ട് എടുക്കാം. ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. യോഗേർട്ടിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ടു. അതിനുശേഷം അതിലേക്ക് വീണ്ടും കുറച്ച് കുരുമുളക് പൊടി ഇട്ടു. ഇപ്പം ഞാൻ ഒഴിക്കുന്നത് ഇത് ഹണിയാണ്. ഹണി നിങ്ങൾക്ക് തീരെ മധുരം അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഈ ഒരു യോഗേർട്ടിൻ്റെ ചെറിയൊരു പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹണിയും കൂടെ വരുമ്പം നല്ല ടേസ്റ്റാണ്. അത് സ്കിപ്പ് ചെയ്യാതെ ഹണിയും കൂടി ഒഴിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സമയത്ത് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചിരുന്ന ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ചിക്കൻ എടുത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെജിറ്റബിളും ഫ്രൂട്ട്സും ഉള്ള ആ ബൗളിലേക്ക് ചിക്കനും കൂടി ഇടാം. അതിനുശേഷം അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സാലഡ്സ് ഒന്നും തീരെ കഴിക്കാത്തവരാണെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുക, നമ്മളൊരു പുതിയ ഫുഡ് നമ്മുടെ നാവിനെ പരിചയപ്പെടുത്തുമ്പം പെട്ടെന്ന് അത് ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. ഒരു 3 തവണ നമ്മൾ ആ ഫുഡ് ഒരു റിപ്പീറ്റ്ലി കഴിക്കുകയാണെങ്കിൽ നമുക്കത് എത്ര ഇഷ്ടമില്ലാത്തൊരു ഫുഡ് നമുക്കങ്ങനെ ഇഷ്ടമാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവർക്ക് സാലഡ്സൊക്കെ കൊടുത്ത് ശീലിപ്പിക്കണം. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ ഈ ഒരു സാലഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ ഹാപ്പി ആയിട്ട് കഴിക്കും. കാരണം ഞാൻ ചെറുതിലേ അവർക്ക് സാലഡ്സൊക്കെ കൊടുത്ത് അവരെ അതുമായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്യുവാണ്. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല, സൂപ്പർ ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് വേറെ ചോറോ അങ്ങനെ കാർബ്സ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നല്ല ഫുൾ ഫില്ലാകും. പെട്ടെന്ന് വിശക്കൊന്നുമില്ല. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇതൊരു സൂപ്പർ ചോയ്സാണ്.
സാലഡ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.